ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം ദേവസ്വം ബോർഡ് എക്സാം ഇങ്ങ് വന്നെത്തി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു, ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? അതായത് നമ്മൾ കുറച്ച് MCQs ആണ്. കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ എക്സാമുകളായി ബന്ധപ്പെട്ട് വന്ന എക്സാം നിങ്ങൾക്കറിയാം ഒരുപാട് ഏരിയാസ് ഉണ്ട് അല്ലേ. 100 മാർക്കിന് ഒരുപാട് ഏരിയാസ് അതിൽ പറയുന്നുണ്ട്. അതിൽ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വന്ന ചില MCQസും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു MCQ ഡിസ്കഷൻ എന്ന രീതിയിലാണ് ഇനി അങ്ങോട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് MCQs നമുക്ക് നോക്കാം. MCQs നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ MCQ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഓക്കെ, നോക്കാം. അടുത്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം. കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷമാണ് 1998, 2008, 2001, 1990. നമുക്കറിയാം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് ഉണ്ട്, പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ട് അല്ലെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉണ്ട്. അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ ദേവസ്വങ്ങളായിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ദേവസ്വം ബോർഡ് നമ്മൾ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്ന ദേവസ്വങ്ങളുണ്ട് അല്ലെ. അതിൻ്റെ ഒക്കെ താഴെ ചില ക്ഷേത്രങ്ങളും ഉണ്ട്, അതിനൊക്കെ അടങ്ങിയിട്ടുള്ള പല ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ദേവസ്വം ബോർഡൊക്കെ പ്രധാനമായിട്ടും ഓരോരോ വർഷത്തിനും അതേപോലെ അതിൽ അടങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളെ പലതരത്തിലുള്ള കാറ്റഗറി ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതായത് ഒരു ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ സ്പെഷ്യൽ ഗ്രേഡ് അമ്പലങ്ങളിലായിട്ടും പിന്നെ ABCD എന്ന രീതിയിൽ ഗ്രേഡിംഗ് ഒക്കെ നമ്മൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ അവിടെ കിട്ടുന്ന വരുമാനത്തിനും മറ്റൊക്കെ അനുസരിച്ചാണ്, പൂജാവിധികൾക്കൊക്കെ അനുസരിച്ചാണ്. ഇവിടെ മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? 2008. 2008 മലബാർ ദേവസ്വം ബോർഡ് വന്നിരിക്കുന്നത്. ആ പേര് പോലെ തന്നെ മലബാർ. നമ്മൾ സാധാരണ കേരളത്തിന് എന്ത് ചെയ്യാറുണ്ട്, മാറ്റം വരുന്ന സമയത്ത് മലബാർ പ്രദേശമായിട്ട് നമ്മൾ പറയും, അതേപോലെ കൊച്ചി ആയിട്ട് പറയും, അതേപോലെ തിരുവിതാംകൂർ എന്ന രീതിയിൽ പറയാറുണ്ട് അല്ലേ. പിന്നെ അതിൽ തന്നെ ചിലപ്പോൾ വള്ളുവനാട് എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട്. എന്നാൽ കൂടി മലബാർ ഏരിയ മുതൽ ഏതാണ്ട് കോഴിക്കോട് മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ പകുതി മുതൽ, അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ പകുതി മുതൽ അങ്ങോട്ടേക്കുള്ള ചില ഭാഗങ്ങളെ നമ്മൾ മലബാർ ഏരിയ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ മലബാർ ഏരിയയിലെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതാണ് അവിടെ പ്രധാനമായും മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം 2008. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴ, പെരിയാർ പുഴ, വളപട്ടണം പുഴ, തൂതപ്പുഴ. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റും. എങ്ങനെയാണ്? അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് അല്ലെ. കണ്ണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പുഴകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4ഓളം പുഴകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട പുഴ എന്ന് പറയുമ്പോൾ ഏതാണ്? നമുക്കറിയാം ഭാരതപ്പുഴ ഒരിക്കലും അല്ല അല്ലേ. ഭാരതപ്പുഴ ഒരിക്കലും കണ്ണൂർ ജില്ലയുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കണക്ഷനേ ഇല്ല. പെരിയാറും അതേപോലെ തന്നെയാണ്, എന്തില്ല, കണ്ണൂർ ജില്ലയായിട്ട് കണക്ഷൻ ഇല്ല. പിന്നെയുള്ള രണ്ടാണ് വളപട്ടണം പുഴയും തൂതപ്പുഴയും. തൂതപ്പുഴ നമുക്കറിയാം, തൂതപ്പുഴ സാധാരണഗതിയിൽ വള്ളുവനാട് ഏരിയയിൽ കൂടിയാണ് തൂതപ്പുഴ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം ഏതാണ്? ഇവിടെ വളപട്ടണം പുഴയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക അല്ലെ. അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം നമ്മൾ അവിടെ അറിയപ്പെടുന്നത്. സാധാരണ ക്ഷേത്ര സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മുത്തപ്പന് പ്രധാനമായിട്ടും തിരുവപ്പന മഹോത്സവങ്ങളായിട്ടും അതേപോലെ തന്നെ അവിടെ കിട്ടുന്ന പ്രധാനപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത് എന്താണ്? വൻപയറും അതേപോലെ തന്നെ തേങ്ങാപ്പൂളൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് നമുക്ക് എല്ലാവർക്കും, അതായത് ആരവിടെ പോയാലും അവിടെ ആ ഒരു പ്രസാദം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇരിങ്ങോൾക്കാവ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരിങ്ങോൾക്കാവ് അല്ലെ. നോക്കാം, കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം, എറണാകുളം, 4 ജില്ലകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരിങ്ങോൾക്കാവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് റീലുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിനെ പറ്റി ഒരു വലിയൊരു കാവ്, ആ കാവിന്റെ നടുക്ക് അല്ലെങ്കിൽ വലിയൊരു വനപ്രദേശം പോലെ അതിന്റെ നടുക്കായിട്ടൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്
അതായത് ആ കാവ് എന്ന രീതിയിൽ, അതായത് നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ക്ഷേത്ര സങ്കേതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തില് കാവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു കാവിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റെവിടെയുമല്ല, എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഇരിങ്ങോൾ എന്ന സ്ഥലത്താണ് ഇരിങ്ങോൾക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരുപാട് ഏക്കർ വിസ്തീർണതയിലുള്ള ആ ഒരു ക്ഷേത്രം, അതായത് പൂർണ്ണമായും കാവിലാണ്. ആ കാവിലാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇരിങ്ങോൾക്കാവ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ്. നമുക്കറിയാം എറണാകുളം ജില്ലയിലെ എവിടെയാണ്, പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോൾ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നോക്കാം അടുത്തത്. പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടി പോകുന്ന ചടങ്ങുള്ള അമ്പലമാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൂടെ ഓടും. അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ നോക്കാം ഏതായിരിക്കാം. പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടി പോകുന്ന ചടങ്ങുള്ള അമ്പലമാണ് ആറ്റുകാൽ, കൊറ്റൻകുളങ്ങര, ഏറ്റുമാനൂർ, ആമേണം. നമുക്കിവിടെ ഈസി ആയിട്ട് ഒരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റിയ ഇതാണ് കൊറ്റൻകുളങ്ങരയാണ് അല്ലെ. അതിനെ പറയുന്ന പേരെന്താ, കൊറ്റൻകുളങ്ങര ചമയവിളക്ക് എന്നാ പറയാ അല്ലെ. കൊറ്റൻകുളങ്ങര ചമയവിളക്ക് നമ്മളൊക്കെ കേൾക്കാറുണ്ട് ആ ഒരു ചടങ്ങിനെ പറ്റി അല്ലെ. അവിടെ എന്താ ഒരു ദിവസം പുരുഷന്മാര് സ്ത്രീകളെ പോലെ വേഷമൊക്കെ കെട്ടി അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ വിളക്കെടുത്ത് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുക. അതിന്റെ പേരാണ് ചമയവിളക്ക് എന്ന്. അത് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് ഈ ചമയവിളക്ക് എന്നുള്ള ഈ ചടങ്ങ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നടക്കുന്നത്. ഓക്കെ, നോക്കാം അടുത്ത ചോദ്യം കൃഷ്ണഗീതയുടെ കർത്താവിനെ പറ്റിയാണ്. എന്താണ് ചോദ്യത്തിൽ പറയുന്നു? എ മാനവേദൻ, ബി പരീക്ഷിത്ത്, സി സ്വാതി തിരുനാൾ ആൻഡ് ഡി തുഞ്ചത്താചാര്യൻ. ആരായിരിക്കാം? ഇതിന് ഉത്തരം നമുക്ക് പറയാം കൃഷ്ണഗീതിയാണ്. കൃഷ്ണഗീതിയുടെ കർത്താവ് എന്ന് പറയുമ്പോൾ ആരാണ്? മാനവേദനാണ് കൃഷ്ണഗീതയുടെ കർത്താവായിട്ട് നമ്മൾ പറയാം അല്ലെ. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. നാരായണീയം ഏതു പുരാണം സംഗ്രഹിച്ച രൂപമാണ്? നാരായണീയം എന്നത് ഏത് പുരാണം സംഗ്രഹിച്ച രൂപമാണെന്നാണ് ചോദ്യം. അവിടെ പുരാണങ്ങളെ പറ്റി പറയുന്ന അഗ്നിപുരാണം, വായുപുരാണം, മത്സ്യപുരാണം, ഭാഗവത പുരാണം. ഇവിടെ നാരായണീയത്തെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ പറ്റി അല്ലെ. മേൽപ്പത്തൂരാണ് നാരായണീയം രചിച്ചത്. മേൽപ്പത്തൂരാണ് നാരായണീയം രചിച്ചത്. അദ്ദേഹത്തിന്റെ വാദരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നാരായണീയം എന്ന കൃതിയുടെ രചന. നാരായണീയത്തിൽ സാധാരണ പറയാ ദശകങ്ങൾ എന്നാണ് പറയാ അല്ലെ. ദശകങ്ങൾ എന്നാണ് പറയാ. ദശകങ്ങൾ എന്ന രൂപേണ നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ശ്രീമദ് ഭാഗവത പുരാണത്തെ സംഗ്രഹിച്ചാണ് എന്ത് ചെയ്തത്, എഴുതിയത് അല്ലെ. അപ്പോൾ ഉത്തരം ഏതാണ് വരുന്നത്? ഡി ആയ ഭാഗവത പുരാണമാണ്. ഭാഗവതത്തിന്റെ കഥകളെ അതേപോലെ തന്നെ എടുത്തുകൊണ്ട് സംഗ്രഹിച്ച രൂപമായിക്കൊണ്ട്, അതായത് ഒരുപാട് അധ്യായങ്ങളായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഒരുപാട് അധ്യായങ്ങളായിക്കൊണ്ട് അവിടെ നിറച്ചുകൊണ്ടിരുന്ന ഈ ഒരു കഥാരംഗങ്ങളെ ദശക രൂപേണ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇതിലേക്ക് തിരിച്ചു, നാരായണീയത്തിൽ തിരിച്ചു. പൂർണ്ണമായും സംസ്കൃതത്തിലാണ് എന്ത് നാരായണത്തിന് രചന ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാദരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നാരായണ രചന എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ദശക രൂപേണയാണ് നാരായണീയം എഴുതിയത് അല്ലെ. ഒരുപാട് നമ്മൾ എന്താ പറയാ ഈ നാരായണത്തിലെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട്. നിത്യേന ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ മൈക്കിലൊക്കെ ഇത്തരത്തിലുള്ള നാരായണത്തിന്റെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരായിരിക്കാം? ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. ഇവിടെ ആത്മോപദേശ ശതകത്തെ പറ്റിയാണ് പറയുന്നത്. ഇതില് സൂചിപ്പിക്കുന്ന കാര്യം ഈ ഒരു രചന നടത്തിയത് ആരുമല്ല, മറ്റാരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ് അല്ലെ. ശ്രീനാരായണ ഗുരുദേവനാണ് ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം എന്താ പറയുക, നമ്മുടെ നാട്ടിന്, അതായത് കേരളത്തിൽ തന്നെ ഒന്നാകെ മാറ്റം സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തത്വചിന്തയിലായിക്കോട്ടെ, അതേപോലെ തന്നെ അന്നേരമുണ്ടായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ആയിക്കോട്ടെ, ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ച അദ്ദേഹത്തിന് ഒരുപാട് രചനകൾ നമുക്ക് അറിയാവുന്നതാണ്. അതിലൊന്നാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അടുത്തത്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിലുള്ളതാണ്? കേനോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, തൈത്തീരിയോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്. ഇവിടെ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം, സത്യമേവ ജയതയാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ,
അവിടെ ഇന്ത്യക്ക് സത്യമേവ ജയതയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിന് സത്യമേവ ജയതയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. എന്താണ്? നമ്മളൊക്കെ ഭാരതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതാണ് അശോക സ്തംഭം, അല്ലെ? അശോക സ്തംഭത്തിന്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ വാക്യമാണ് എന്ത്? സത്യമേവ ജയതേ. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് സത്യമേവ ജയതേ. നമ്മൾ കാണാം അവിടെ അശോക സ്തംഭത്തിന്റെ മുകളിൽ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ ജയതേ എന്ന്, അല്ലെ? അപ്പൊ ഇത് ഏത് ഉപനിഷത്തിൽ? കാരണം ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മളെ ഉപനിഷത്തിൽ നിന്നും പുരാണങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ എടുക്കുക, അല്ലെ? നമ്മളറിയാം LIC നമ്മൾ കേട്ടിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ LICയുടെ ഒരു വാക്യം എന്ന് പറയുന്നത് എന്തായിരിക്കാം? യോഗക്ഷേമം വഹാമ്യഹം എന്നൊരു വാക്യമുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തില് നമ്മളെ ഭാരതത്തിലുള്ള ഓരോരോ എന്താ പറയാ, ഓരോരോ അതോറിറ്റിക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിനും ഇതേപോലെ എന്തുണ്ട്? ഓരോരോ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അറിയാം, അല്ലെ? സത്യമേവ ജയതേ എന്ന് പറയുന്നത് എവിടെ വെച്ചാണ്? മുണ്ടകോപനിഷത്തിലെയാണ്. സത്യമേവ ജയതേ എന്ന് പറയുമ്പോൾ മുണ്ടകോപനിഷത്തിലാണ് സത്യമേവ ജയതേ. അടുത്ത് ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഭജഗോവിന്ദം ആരായിരിക്കാം? ശങ്കരാചാര്യർ, നന്ദികേശൻ, കൊച്ചുണ്ണിത്തമ്പുരാൻ, രാമാനുജൻ. ഇവിടെ ഈ വാക്കിൽ തന്നെ നമുക്ക് പറയും ഭജഗോവിന്ദം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പാട്ടായിട്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഭജഗോവിന്ദം 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 എന്ന രീതിയിൽ നമ്മളൊരു പാട്ടായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഭജഗോവിന്ദം അവിടെ രചിച്ചിരിക്കുന്ന മറ്റാരുമല്ല, ആരാണ്? ശങ്കരാചാര്യരാണ്, അല്ലെ? നമ്മളുടെ കേരളത്തിലെ കാലടിയിൽ, അങ്കമാലിക്കടുത്തുള്ള കാലടിയിൽ ജനിച്ചുകൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിന്റെ പരമാചാര്യനായിക്കൊണ്ട് അവിടെ സർവജ്ഞപീഠം വരെ കയറിയ ശങ്കരാചാര്യരാണ് ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ശങ്കരാചാര്യമായിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അധികം പറയാൻ സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കിയിട്ട് നമുക്ക് ഇത് മാത്രം പറയാം, അല്ലെ? അദ്ദേഹം ജനിച്ചത് നമ്മളെ കേരളത്തിലാണ്, കേരളത്തിലെ കാലടിയിലാണ് ജനിച്ചത് എന്ന കാര്യം കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്, അല്ലെ? ഓക്കെ, അടുത്ത് നോക്കാം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏതു കലയുടെ ആചാര്യനാണ്? നോക്കാം. കഥകളി, കൂടിയാട്ടം, ഓട്ടൻതുള്ളൽ, കൃഷ്ണനാട്ടം. ഏതായിരിക്കാം? കൂടിയാട്ടമാണ്, അല്ലെ? നമ്മളെ ക്ഷേത്ര കലകളിൽപ്പെട്ടതാണ്. നമ്മൾ ക്ഷേത്ര കലകൾ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് എടുത്തതാണ്. കലകളിൽപ്പെട്ട ഒന്നാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ ഒരു ആചാരനാണ് അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നമ്മളെ ചോദ്യങ്ങൾ എന്തും കൂടി വരാം, കലാകാരന്മാരുടെ പേരും കൂടി വരാം, അല്ലെ? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ പറ്റി ചോദിക്കാം. അദ്ദേഹം ഏത് വാദ്യകലയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്? അദ്ദേഹം ചെണ്ടവാദ്യം, അല്ലെ തായമ്പക, ചെണ്ടയുമായി ബന്ധപ്പെട്ട വാദ്യരംഗത്താണ് നമ്മൾ പറയുന്നത്, അല്ലെ? അങ്ങനെ ഓരോരുത്തരുടെ പേരും കൂടെ നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട്, കലാകാരന്മാരുടെ പേരും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി പൂർണ്ണത്രയീശ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂർണ്ണത്രയീശന്റെ അമ്പലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാലടി, മണ്ണാറശാല, തൃപ്പൂണിത്തുറ, ഇരിങ്ങാലക്കുട. നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പെട്ടെന്ന് പറയാൻ പറ്റും എവിടെയാണ്? പൂർണ്ണത്രയീശൻ തൃപ്പൂണിത്തുറയാണ്, അല്ലെ? തൃപ്പൂണിത്തുറയാണ് പൂർണ്ണത്രയീശ ക്ഷേത്രമുള്ളത്. നമുക്കവിടെ അവിടെ ഒരുപാട് ഉത്സവങ്ങൾ, വൃശ്ചികോത്സവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? പൂർണ്ണത്രയീശന്റെ വൃശ്ചികോത്സവമൊക്കെ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യ, മൊബൈലും മറ്റ് റീൽസൊക്കെ വന്ന സമയത്ത് തന്നെ ഇത്തരത്തില് പൂർണ്ണത്രയീശന്റെ ഉത്സവം വളരെ ഗംഭീരമായിക്കൊണ്ട് നമ്മളൊക്കെ, അതായത് കാണാൻ സാധിക്കാത്ത ആൾക്കാർക്ക് കൂടെ എവിടെ കാണാൻ പറ്റും? മൊബൈൽ റീലുകൾ കാണാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ വൃശ്ചികോത്സവം എന്ന് പറയുന്നത് പൂർണ്ണത്രയീശന്റെ, അല്ലെ? ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് MCQs പറയാനുള്ളത്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള MCQs നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളെ പറ്റി ചോദിച്ചു നേരത്തെ, അല്ലെ? അതേപോലെ തന്നെ ക്ഷേത്ര കലകളെ പറ്റി ചോദിച്ചു, കൂടിയാട്ടം, അതേപോലെ ഓട്ടൻതുള്ളൽ പോലെ. ആ ക്ഷേത്ര കലകളുടെ ആചാര്യന്മാരെ പറ്റി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് രചനകളെ പറ്റി ചോദിക്കുന്നുണ്ട്, പുരാണങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്, ഉപനിഷത്തുകളെ പറ്റി ചോദിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ കൂടിച്ചേർത്ത് കൊണ്ടാണ് അവിടെ എന്ത് ഇത്തരത്തിൽ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കൊരു സ്ട്രാറ്റജിയോട് കൂടി സ്റ്റഡി പ്ലാൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മുന്നിട്ട് നോക്കാൻ അല്ലെങ്കിൽ കരകയറാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോരൂ. ഇവിടെ നമ്മൾ ദേവസ്വം ബോർഡിന്റെ 40-ഡേ ക്രാഷ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ 40-ഡേ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ഫീച്ചേഴ്സ്? ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ, അതേപോലെ മോഡൽ എക്സാമുകൾ, PDF നോട്ടുകൾ, ഡെയിലി ഗൈഡൻസ്, അതേപോലെ മെന്റർഷിപ്പ്, അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മുടെ ഈ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 40-ഡേ ബാച്ചാണ്.
അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റു ചില MCQസുമായിട്ട് നമുക്ക് എത്താം. നമുക്ക് കൂടുതൽ ദിവസം പോയിട്ട് MCQs ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ MCQ ആയിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കാര്യം, അതായത് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതും കൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.